പ്രോബ്ലം മാറിയിട്ട് ഒരു വ്യക്തിയുടെ അനുഭവം കൂടിയാണ് നമ്മൾ ഇത് കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. വ്യക്തികളിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആയിരിക്കും, പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ആയിരിക്കും കുറഞ്ഞു വരിക. ആയുർവേദത്തിലൊക്കെ നമുക്കറിയാം ഒത്തിരി മരുന്നുകൾ രസായന വാചീകരണത്തിലൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വർദ്ധിക്കാനായിട്ടൊക്കെ ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ട്. അത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വർദ്ധിപ്പിക്കാനായിട്ട്, ഈ പുരുഷ ഹോർമോൺ ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഡെയിലി നമുക്ക് ദിവസം വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഈ 48-ന് ശേഷം ഇപ്പൊ എനിക്ക് 51 കഴിഞ്ഞു. 48-ന് ശേഷം അതിന്റെ ഇത് ഇപ്പൊ 3 ദിവസം കൂടുമ്പോ, പിന്നെ അത് 4 ദിവസമായി, പിന്നെ ഒരാഴ്ചയില് അപ്പള പറ്റുമോ. മരുന്ന് കഴിച്ചു എന്ന് പറയുമ്പോ എനിക്ക് അതുകൊണ്ട് ഇപ്പോ ഒരിക്കൽ ഞാൻ അങ്ങനെ ഒരു ഗുളികയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കുമ്പോ കുറച്ച് ഓക്കെ, പിന്നെ അത് കഴിഞ്ഞു. ഇത് നമ്മളൊരു മാസം കഴിച്ചപ്പോ ഒരു 5 മാസത്തോളം എനിക്ക് നല്ല ഇതായിരുന്നു. പിന്നെ പുരുഷന്മാരിൽ ഇന്ന് വലിയൊരു പ്രശ്നമാണ് അവർക്കുണ്ടാകുന്ന ആർത്തവിരാമം അല്ലെങ്കിൽ ആൻഡ്രോപ്പോസ് എന്നൊരു പറയുന്നൊരവസ്ഥ. നമ്മളൊരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് 3 കാരണങ്ങളാണ് ഈ ആൻഡ്രോപ്പോസിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ പുരുഷ ലൈംഗിക ശക്തി കുറയുന്നതിന് കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ ഈ 3 കാരണങ്ങൾ ഏതൊക്കെയാണ്, അതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്നാണ് നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ചികിത്സ ചെയ്ത് എജക്ഷൻ പ്രോബ്ലംസ് മാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ എറക്ഷൻ പ്രോബ്ലം മാറിയിട്ട് ഒരു വ്യക്തിയുടെ അനുഭവം കൂടിയാണ് നമ്മൾ ഇതിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ ഒരു എജക്ഷൻ പ്രോബ്ലം അല്ലെങ്കിൽ എറക്ഷൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഡിസോർഡർ എന്നൊക്കെ പറയും. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണശേഷി കുറയുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളും തകർച്ചയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഭാര്യ പലപ്പോഴും ചിന്തിക്കുന്നു ഭർത്താവിന് ഇപ്പം എന്നെ തീരെ താല്പര്യമില്ല. ഭർത്താക്കന്മാർക്കാണെങ്കിൽ പലപ്പോഴും ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന പോലെ ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ലൈംഗിക ശേഷി കുറയുന്നു. അതൊക്കെ വലിയൊരു പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു 40 കഴിയുമ്പോൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു രക്തോട്ടക്കുറവാണ്. നമുക്ക് പെനിസിലേക്കൊക്കെ ധാരാളം ബ്ലഡ് സർക്കുലേഷൻ വേണ്ട ഒരു അവയവമാണ് പെനിസ് എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും രക്തോട്ടം ഭയങ്കര കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അതായത് ധാതുക്കളൊക്കെ ശരീരം വീക്കാവുന്നു, മസിൽ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് രക്തോട്ടം കുറയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എറക്ഷൻ കുറയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൽ ഉണ്ടാകുന്ന കുറവുകൾ. പ്രായം കൂടും തോറും ആ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന പോലെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വ്യക്തികളിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതും അതിൻ്റെ ഒരു അളവ് കുറയുന്നതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡർ. 1-2 വട്ടമൊക്കെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വലിയൊരു മാനസിക സംഘർഷമുണ്ട്. ദൈവമേ, അടുത്ത വട്ടം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇനി അടുത്ത വട്ടം പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ പറയുന്നത്. ഈ ആങ്സൈറ്റി പ്രോബ്ലവും ഇവരെ ഈ ഒരു എന്താ പറയുക എറക്ടൈൽ ഡിസ്ഫങ്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ ഈ വ്യക്തിയിൽ എന്താണ്, ചിലർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ സർക്കുലേഷൻ ആയിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ ഈ വ്യക്തികളിൽ നമ്മൾ സർക്കുലേഷൻ മാത്രം ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവരെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറുന്നതായിട്ട് നമുക്ക് കാണാം. ചില വ്യക്തികളിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആയിരിക്കും, പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ആയിരിക്കും കുറഞ്ഞു വരിക. ആയുർവേദത്തിലൊക്കെ നമുക്കറിയാം ഒത്തിരി മരുന്നുകൾ രസായന വാചീകരണത്തിലൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വർദ്ധിക്കാനായിട്ടൊക്കെ ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ട്. അത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വർദ്ധിപ്പിക്കാനായിട്ട്, ഈ പുരുഷ ഹോർമോൺ ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചിലവരിൽ ആങ്സൈറ്റി ആയിരിക്കാം കൂടി നിൽക്കുക. അപ്പോൾ അവർക്ക് ആങ്സൈറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ കൊടുക്കുമ്പോഴും ഈ രോഗത്തെ നമുക്ക് അതിജീവിക്കാവുന്നതാണ്. പലരും പക്ഷെ ചിലപ്പോൾ ചില വ്യക്തികളിൽ ആങ്സൈറ്റിയും ഈ സർക്കുലറി പ്രോബ്ലംസും അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ഹോർമോൺ കുറവുമെല്ലാം ഒരുമിച്ച് വരാറുമുണ്ട്. പലപ്പോഴും ഈ ചിലപ്പോൾ 2 കാരണങ്ങൾ അല്ലെങ്കിൽ 3 കാരണങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമുക്കിത് പരിഹരിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് മറ്റ് ശാസ്ത്രങ്ങളുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പ്യൂർലി ഹെർബൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഇല്ല, വേറെ പ്രശ്നങ്ങളില്ല. പിന്നെ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റു പല ഗുളികകളും കഴിക്കുന്ന 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമൊക്കെയാണ് എഫക്റ്റ് ലഭിക്കുന്നതെങ്കിൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ആ ശരീര സംവിധാനത്തെ ശരിയാക്കുന്നതുകൊണ്ട് തന്നെ മാസങ്ങളോളം നമുക്കതിൻ്റെ ഗുണം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ചികിത്സയ്ക്ക് വന്ന് ഈ ഒരു മേഖലയിൽ ഈ ഒരു കാര്യത്തിൽ ചികിത്സയ്ക്ക് വന്ന് സൗഖ്യമായിട്ടുള്ള ഒരാളുടെ അനുഭവം കേൾക്കാം. നമ്മൾ അന്ന് വന്നപ്പോഴേ ഉദാഹരണശേഷിയുടെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് എന്തായിരുന്നു ശരിക്കും? അതായത് ഒരു 46-47 വയസ്സിന് ശേഷം ഈ പ്രഷർ ഷുഗർ ഐറ്റംസുകളൊക്കെ ഉണ്ട്.
അപ്പോ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡെയിലി നമുക്ക് ഇപ്പൊ ദിവസം വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഈ 48-ന് ശേഷം ഇപ്പൊ എനിക്ക് 51 കഴിഞ്ഞു. 48-ന് ശേഷം അതിന്റെ ഇത് ഇപ്പൊ 3 ദിവസം കൂടുമ്പോ, പിന്നെ അത് 4 ദിവസമായി, പിന്നെ ഒരാഴ്ചയില് അപ്പള പറ്റുമോ എന്നുള്ള അവസ്ഥയിലേക്ക്. പിന്നെ നന്നായി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ നടക്കുള്ളൂ കേസ്. അപ്പൊ ഞാൻ പിന്നെ അത് വിചാരിച്ചു വയസ്സാവണം എൻ്റെ എല്ലാം വെച്ചിട്ട് 48 കഴിഞ്ഞപ്പോ തന്നെ ഇത് അങ്ങനെ ഫീലിങ്സ് അങ്ങനെ ഉണ്ട്. പിന്നെ വൈഫും പിന്നെ അങ്ങനെ ഇപ്പൊ അവൾക്കും 40-45 വയസ്സായി. അപ്പൊ അവളും വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ടെന്നുള്ള. അതുകൊണ്ട് പിന്നെ അത് കാര്യമായിട്ട് പ്രശ്നമാക്കിയില്ല, ഞാനും പ്രശ്നമാക്കിയില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴാണ് നമ്മള് ഇങ്ങനെ പറഞ്ഞപ്പോ, അന്ന് ഒഴിയാൻ വന്നപ്പോ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പ്രശ്നം പറഞ്ഞപ്പോ എനിക്ക് അന്ന് മരുന്ന് തന്നിട്ട് ആ മരുന്നിന്റെ ഇത് ഭയങ്കര മാറ്റമായിരുന്നു. അത് ഞാനൊരു മാസം കഴിച്ചിട്ടുള്ളൂ. അത് കഴിച്ചപ്പോ എനിക്ക് നല്ല മാറ്റമായി. അതായത് ഒരു ബലമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ കാര്യം നടക്കണില്ല. അപ്പൊ പിന്നെ ഇതിപ്പോ ഒരു മാസം കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു 4-5 മാസമായിട്ട് ഇപ്പോ നല്ല മാറ്റമായി. നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം വന്നു തുടങ്ങി, കാര്യം നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് പോലെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും നമ്മളുടെ വ്യത്യാസം. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു എന്ന് പറയുമ്പോ എനിക്ക് അതുകൊണ്ട് ഇപ്പോ ഒരിക്കൽ ഞാൻ അങ്ങനെ ഒരു ഗുളികയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കുമ്പോ കുറച്ചൊക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് നമ്മളൊരു മാസം കഴിച്ചപ്പോ ഒരു 5 മാസത്തോളം എനിക്ക് നല്ല ഇതായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ പഴയ പോലെ ഇല്ലെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട്, എന്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇടയ്ക്ക് ഞാൻ ഒരു മാസം എനിക്ക് കഴിക്കണമെന്നുണ്ട് കഷായം ഇടക്കൊന്ന് കഴിച്ചു കൂടി. കഷായം കഴിക്കുന്നത് നല്ലതാണല്ലോ. ചെയ്തത് നമ്മളന്ന് പറഞ്ഞപ്പോ 2 തരത്തിൽ നമ്മൾ ചികിത്സ ചെയ്തത്. ഒന്ന്, ഇവിടേക്കുള്ള രക്തോട്ടം കുറയുന്നതാണ് നമ്മുടെ ഇറക്ഷന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രക്തോട്ടം വർദ്ധിപ്പിക്കുന്ന കഷായത്തിലൂടെ മെയിനായിട്ട് അത് ചെയ്തത്. ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് വർദ്ധിപ്പിച്ചു. പ്ലസ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ടെസ്റ്റോസ്റ്ററോൺ, പുരുഷ ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് ആ ഗുളികയിലും രണ്ടും വരുന്നത്. ആ രണ്ടും കൂടി ആയപ്പോ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ചികിത്സയിലേക്ക് എത്തി. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കുലേഷൻ. നമുക്ക് ഏജ് പ്രോഗ്രസ് ചെയ്തോറും ഒന്ന് പുരുഷ ഹോർമോൺ കുറയും, അതേപോലെ രക്തോട്ടം കുറയും. ഈ 2 കാരണങ്ങളാണ്. പിന്നത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പലർക്കുള്ള ആങ്സൈറ്റി ആണ്. അതൊക്കെ വിവാഹത്തിന്റെ തുടക്കത്തിലാണ്. പറ്റുമെന്നുള്ള ടെൻഷൻ മൂലം ഇറക്ഷൻ നടക്കില്ല, ഫലം കിട്ടാത്ത വരും, പേടി. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ 3 കാരണങ്ങൾ. ഈ 3 കാരണത്തില് കാരണം മനസ്സിലാക്കി ചികിത്സ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രോഗം തന്നെയായത്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിയിൽ വരുന്നത് ഈ പറയുന്ന ഒരു സർക്കുലേറ്ററി പ്രോബ്ലവും ഒരു ഹോർമോൺ ലെവൽ ഉണ്ടാകുന്ന തകരാറുകളുമായിരുന്നു. അത് രണ്ടും പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിച്ചു. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.